അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ ബഖറയിലെ 224 ആയത്ത് മുതൽ 230 ആയത്ത് വരെയാണ് ഇന്ന് വിശദീകരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തജ്അലുല്ലാഹ ഉർളതൻ ലിഅയ്മാനികും അൻ തബറൂ വതത്തഖൂ വതുസ്ലിഹൂ ബൈനൻ അല്ലാഹുവിൻ്റെ പേരിൽ നിങ്ങൾ ശപഥം ചെയ്തു പോയി എന്ന കാരണത്താൽ നന്മ ചെയ്യുന്നതിനോ ധർമ്മം പാലിക്കുന്നതിനോ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്നതിനോ നിങ്ങൾ ആ ശപഥത്തെ ഒരു തടസ്സമാക്കി വെക്കരുത് കേട്ടോ. ശപഥം ചെയ്യൽ ഹറാമാണ്. ഇനി ശപഥം ചെയ്താൽ നിങ്ങളതൊരു തടസ്സമാക്കി വെക്കാതെ നന്മയായ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യണം എന്നാണ് അള്ളാഹു പറയുന്നത്. ശപഥം ഒരിക്കലും പാടില്ല കേട്ടോ. അല്ലാഹു സമീഉൻ അലീം. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു കേട്ടോ. അള്ളാഹു എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാണ്. ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ ഐമാനികും. വീണ്ടും അള്ളാഹു പറയുകയാണ്, ബോധപൂർവമല്ലാതെ വെറുതെ പറഞ്ഞു പോകുന്ന ശപഥവാക്കുകൾ മൂലം അള്ളാഹു നിങ്ങളെ പിടികൂടുന്നതല്ല. ചെറിയ ഒരു ദേഷ്യത്തിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ശപഥം ചെയ്യും. അപ്പം അതിൻ്റെ പേരിൽ അള്ളാഹു പിടികൂടുന്നതല്ല. പക്ഷേ വീണ്ടും അള്ളാഹു പറയുകയാണ്, വലാകിൻ യുആഖിദുകും ബിമാ കസബത് ഖുലൂബുകും. പക്ഷേ നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അള്ളാഹു നിങ്ങളെ പിടികൂടുന്നതാണ് കേട്ടോ. മനസ്സറിഞ്ഞ് നിങ്ങൾ ശപിച്ചു പോകരുത് കേട്ടോ. വല്ലാഹു ഗഫൂറുൻ ഹലീം. അള്ളാഹു വളരെയേറെ പൊറുക്കുന്നവനാണ് കേട്ടോ. മാത്രവുമല്ല അവൻ വലിയ സഹനശീലനുമാണ് കേട്ടോ. അള്ളാഹു വലുതായിട്ട് പൊറുക്കുന്നവൻ, ഏറെ പൊറുക്കുന്നവനും സഹനശീലനുമായ അള്ളാഹുവാണ്. അപ്പോൾ ഈ അള്ളാഹുവാണ് പറയുന്നത്, നമ്മൾ ഒരിക്കലും മനഃപൂർവ്വം മനസ്സറിഞ്ഞ് നമ്മൾ ശപഥമേ ചെയ്യരുത്. വീണ്ടും അള്ളാഹു പറയുകയാണ്, ലില്ലദീന യുലൂന മിൻ നിസാഇഹിം തറബ്ബസു അർബഅതി അശ്ഹുരിൻ. നല്ലതുപോലെ മനസ്സിലാക്കണം. ലില്ലദീന യുലൂന മിൻ നിസാഇഹിം തറബ്ബസു അർബഅതി അശ്ഹുരിൻ. തങ്ങളുടെ ഭാര്യമാരുമായി സഹവസിക്കുകയില്ലെന്ന് ശപഥം ചെയ്തു അകന്നു നിൽക്കുന്നവർക്ക് അന്തിമ തീരുമാനത്തിന് 4 മാസം വരെ കാത്തിരിക്കുവാൻ കേട്ടോ. ഫൈൻ ഫാഊ. പിന്നീട് ആ ശപഥം ലംഘിച്ചു തങ്ങളുടെ ഭാര്യമാരിലേക്ക് മടങ്ങിയാൽ അവർക്ക് കുറ്റമൊന്നും ഇല്ല. ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അല്ലാഹു വളരെയേറെ പൊറുക്കുന്നവനാണ് കേട്ടോ. മാത്രവുമല്ല പരമ കാരുണ്യകനുമാണ് കേട്ടോ. ഈ ആയത്തിറങ്ങാൻ കാരണം, അന്ന് അറേബ്യയിൽ ഈ അറബികൾ ഭാര്യമാരുമായിട്ട് ശപഥം ചെയ്തിട്ടങ്ങ് പോകും. പിന്നെ അവരെ കാണുകയില്ല. ഒന്നീ ഈ ഭാര്യയെ അവൻ വേർപെടുത്തണം, അല്ലെങ്കിൽ ഈ ഭാര്യയുമായിട്ട് ഒന്നിച്ച് നല്ലതുപോലെ ജീവിച്ചു പോകണം. ഇത് രണ്ടുമില്ലാതെ ഈ അറബികൾ അങ്ങ് പോവും. ഈ ഭാര്യ വിഷമത്തിലുമാണ്. അന്നും ഇന്നും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇനി കിയാമത്ത് നാൾ വരുന്ന ആൾക്കാർക്കൊക്കെ ഉള്ള വിധിയാണ്. അങ്ങനെ
ഈ ഭർത്താവ് ശപഥം ചെയ്തിട്ട് പോയാൽ അതിന് 4 മാസം വരെ കാത്തിരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് കഴിഞ്ഞാൽ കാത്തിരിക്കേണ്ട എന്നാണ് ഈ ഖുർആൻ പറയുന്നത്. അപ്പോൾ നമ്മളത് കാര്യങ്ങളെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കണം. ഇനി അള്ളാഹു പറയും വൈൻ അസമുത്വരാഖ്, ഇനി അവർ വിവാഹമോചനം ചെയ്യാൻ തന്നെ തീർച്ചപ്പെടുത്തുകയാണെങ്കിലോ ഫഇന്നല്ലാഹ സമീഉൻ അലീം, നിശ്ചയം അല്ലാഹു എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനാണല്ലോ. വീണ്ടും അല്ലാഹു പറയുകയാണ്, വൈവാഹിക ജീവിതത്തിലുള്ളതായ കാര്യങ്ങൾ അല്ലാഹു പറയുകയാണ്. വൽ മുത്തല്ലഖാതു യതറബ്ബസിന ബിഅൻഫുസിഹിന്ന സലാസത ഖുറൂഇൻ. ഇങ്ങനെ അല്ലാഹു പറയുകയാണ്, വൽ മുത്തല്ലഖാതു യതറബ്ബസിന ബിഅൻഫുസിഹിന്ന സലാസത ഖുറൂഇൻ. ഏത് വിധത്തിലാകട്ടെ വിവാഹമുക്തരായ സ്ത്രീകൾ 3 പ്രാവശ്യം ആർത്തവം ഉണ്ടാകും വരേക്കും സ്വന്തം ദേഹങ്ങളുമായി കാത്തിരിക്കേണ്ടതാണ് കേട്ടോ. എങ്ങനെ വിവാഹം മോചനം നേടിയ സ്ത്രീയായാലും അവർക്ക് 3 ആർത്തവം ഉണ്ടാകുന്നത് വരെ അവർ വേറെ വിവാഹം ചെയ്യാൻ പാടില്ല എന്നാണ് അല്ലാഹു ഈ പരിശുദ്ധമായ ഖുർആനിൽ നമ്മെ ഉണർത്തുന്നത് കേട്ടോ. എത്ര വ്യക്തമായിട്ടാണ് അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നത്. വീണ്ടും അല്ലാഹു പറയുകയാണ്, വലാ യഹില്ലു ലഹുന്ന അയക്തുംന മാ ഖലഖല്ലാഹു ഫീ അർഹാമിഹിന്ന യുഅ്മിന്ന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹു പറയുന്നത് എങ്ങനെ? വലാ യഹില്ലു ലഹുന്ന അൻ യക്തുംന മാ ഖലഖല്ലാഹു ഫീ അർഹാമിഹിന്ന ഇൻ കുന്ന യുഅ്മിന്ന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഗർഭാശയങ്ങളിൽ അല്ലാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അഥവാ സന്താനമല്ലെങ്കിൽ ആർത്തവം മറച്ചു വയ്ക്കുവാൻ പാടില്ല കേട്ടോ. ആ വിവാഹമോചിതയായവർക്ക്, വിവാഹമോചിതയായ സ്ത്രീകൾ 3 മാസം 3 ആർത്തവ സമയം വരെ കാത്തിരിക്കണമെന്ന് പറഞ്ഞുവല്ലോ. ഈ സമയത്ത് അവർക്ക് സന്താനമാണ് ഉണ്ടാകുന്നത് എങ്കിൽ അത് പറയേണ്ടവർക്ക് അവരുടെ രക്ഷകർത്താക്കളെടുത്ത് അത് അറിയിക്കണം. അതല്ല അവർക്ക് സന്താനമില്ല, വെറുതെ ആർത്തവം മാത്രമാണ് ഉണ്ടായത് എങ്കിൽ അതും ആ രക്ഷകർത്താക്കളെ അറിയിക്കണമെന്ന് അല്ലാഹു വളരെ വ്യക്തമായി പറയുകയാണ് കേട്ടോ. മറച്ചു വയ്ക്കാൻ പാടില്ല. ഭർത്താവിനോടുള്ള വിരോധം കൊണ്ടോ അല്ലെങ്കിൽ ബാക്കി ആൾക്കാരോടുള്ള വിരോധം കൊണ്ടോ മറച്ചു വയ്ക്കരുത്. അപ്പം ഈ 3 മാസം ഇരിക്കുന്ന സമയത്ത് മെൻസസ് ആണെങ്കിൽ അങ്ങനെ പറയുക, കുഴപ്പമൊന്നുമില്ല, ആർത്തവം തന്നെയാണ്. അതല്ല ഇനി കുട്ടികളാണ്, ഗർഭിണിയാണ് എങ്കിൽ അതും പറയുക. ഇതാണ് അള്ളാഹു പറയുന്നത്. വീണ്ടും അള്ളാഹു പറയുകയാണ്, വബുഊലതുഹുന്ന വബുഊലതുഹുന്ന വബുഊലതുഹുന്ന. വളരെ ശ്രദ്ധിക്കണം. വബുഊലതുഹുന്ന അഹഖു ബിറദ്ദിഹിന്ന ഫീ ദാലിക ഇൻ അറാദൂ ഇസ്ലാഹാ. ഞാൻ എടുത്തു പറയുകയാണ്, വബുഊലതുഹുന്ന അഹഖു ബിറദ്ദിഹിന്ന ഫീ ദാലിക ഇൻ അറാദൂ ഇസ്ലാഹാ. വിവാഹമോചനം നൽകിയിരിക്കുന്ന അവരുടെ ഭർത്താക്കന്മാർ ആ അവധിക്കുള്ളിൽ ആ സ്ത്രീകളെ പൂർവബന്ധത്തിലേക്ക് മടക്കിയെടുക്കുവാൻ തികച്ചും അവകാശപ്പെട്ടവരാകുന്നു കേട്ടോ. ഈ ഇദ്ദയുടെ കാലയളവിൽ ആദ്യ ഭർത്താക്കന്മാർക്ക് ഈ സ്ത്രീകളെ തിരിച്ചെടുക്കാൻ അള്ളാഹു ചാൻസ് കൊടുക്കുകയാണ്. അതിൽ കുഴപ്പമില്ലെന്നാണ്.
അവരവകാശപ്പെട്ടവരാണ്. നന്മ കൈവരുത്തണം എന്ന് ആ ഭർത്താക്കന്മാർ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഈ ഇദ്ദയുടെ സമയത്ത് ആ സ്ത്രീകളെ തിരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഒരാൾ നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ഭർത്താവിന് അഭികാമ്യം ആ സ്ത്രീയെ തിരിച്ചെടുക്കലാണ് എന്ന്. വീണ്ടും അല്ലാഹു പറയുകയാണ്, വലഹുന്ന, ശ്രദ്ധിക്കണം, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. സ്ത്രീകൾക്ക് പുരുഷന്മാരോട് വളരെ ശ്രദ്ധിക്കണം. വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. സ്ത്രീകൾക്ക് പുരുഷന്മാരോട് ചില ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ അവർക്ക് പുരുഷന്മാരുടെ പക്കൽ നിന്നും ലോകമര്യാദയനുസരിച്ച് ചില അവകാശങ്ങളും ലഭിക്കേണ്ടതുണ്ട് കേട്ടോ. വീണ്ടും അല്ലാഹു പറയുകയാണ്, വിവാഹമോചനം നൽകുമ്പോൾ ആ സ്ത്രീകൾക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള മഹറിൽ നിന്ന് യാതൊന്നും തിരിച്ചു വാങ്ങരുത്. എന്നാൽ അള്ളാഹുവിൻ്റെ നിയമപരിധികൾ ശരിക്ക് പാലിക്കുവാൻ കഴിയില്ലെന്ന് ആ ദമ്പതികൾ ഭയപ്പെടുന്ന പക്ഷം അങ്ങനെ ചെയ്യുന്നതിൽ വിരോധമില്ല. വീണ്ടും അല്ലാഹു പറയാൻ, ഫൈൻ ഖിഫ്തും അല്ലാ യുഖീമാ ഹുദൂദല്ലാഹി ഫലാ ജുനാഹ അലൈഹിമാ ഫീമാ ഇഫ്തദത് ബിഹി. അങ്ങനെ അവർക്ക് അള്ളാഹുവിൻ്റെ നിയമപരിധികൾ പാലിക്കുവാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് ഭയം തോന്നുന്ന പക്ഷം അന്നേരം വിവാഹമോചനം നേടാൻ വേണ്ടി അവൾ സ്വമനസ്സാലെ ധനം വിട്ട് കൊടുക്കുന്നതിന് അവർക്ക് കുറ്റമൊന്നുമില്ല കേട്ടോ. ഇവിടെ മഹറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു പുരുഷൻ മഹർ കൊടുത്തത് അത് വിവാഹമോചനത്തോടുകൂടി ആ മഹർ തിരിച്ച് വാങ്ങാൻ പാടില്ല. ഇനി ആ സ്ത്രീക്ക് വിവാഹമോചനം മുന്നോട്ട് നല്ലതുപോലെ ജീവിക്കാൻ കഴിയില്ല എന്ന് അവർ ഭയപ്പെട്ടു പോയി. ഇനി ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ലെന്ന് അവർ ഭയപ്പെട്ടാൽ അവർക്ക് അന്ന് കൊടുത്തതായ മഹറോ അതല്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ള എന്തെങ്കിലും ഈ ഭർത്താവിന് കൊടുത്ത് അവനെ ഒഴിവാക്കാം എന്ന് അല്ലാഹു പറയുകയാണ്. തിൽക ഹുദൂദുല്ലാഹ്, ഇതെല്ലാം അള്ളാഹുവിൻ്റെ നിയമപരിധികളാണ് കേട്ടോ. ഫലാ തഅ്തദൂഹാ, ഈ നിയമത്തെ നിങ്ങൾ ഒരിക്കലും ലംഘിക്കരുത് കേട്ടോ. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ്, വല്ലവരും അള്ളാഹുവിൻ്റെ നിയമപരിധികളെ ലംഘിക്കുന്ന പക്ഷം ഫൗലായിക ഹുമുൽ ളാലിമൂൻ, അവരത്രേ അക്രമികൾ, അവരത്രേ അക്രമകാരികളെന്ന് അള്ളാഹു വിളിച്ചു പറയുകയാണ്. വീണ്ടും അല്ലാഹു പറയുകയാണ്, ഫൈൻ തല്ലഖഹാ ഫലാ തഹില്ലു ലഹു മിൻ ബഅദു ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു. ഇനിയും മൂന്നാമതും അവൻ അവളെ വിവാഹമോചനം ചെയ്യുകയാണ് എങ്കിൽ അതിനുശേഷം അവളുമായി ദാമ്പത്യബന്ധം അവന് അനുവദനീയമല്ല കേട്ടോ. ഇനി അനുവദനീയമാകണമെങ്കിൽ അവൾ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കുന്നത് വരേക്കും അവന് ഇവളെ വിവാഹം ചെയ്യാൻ കഴിയുകയില്ല. എന്ന് വെച്ചാൽ എന്ത് മനസ്സിലായി? 2 തലാക്ക് ചൊല്ലി, ഈ 2 തലാക്ക് ചൊല്ലി ഈ ഇദ്ദ ഇരിക്കുന്ന അവസരത്തിൽ ഈ 3 മെൻസസിൻ്റെ സമയം കഴിയുന്നതിന് മുമ്പായിട്ട് ഇവന് തിരിച്ചെടുക്കാമെന്നാണ്. ഇനി 3ാമതും തലാക്ക് ചൊല്ലിയാൽ പിന്നെ ആ തിരിച്ചെടുപ്പ് നടക്കില്ല. അങ്ങനെ 3ാമതും തലാക്ക് ചൊല്ലിപ്പോയാൽ
പിന്നെ എന്ത് വേണം? വേറൊരാൾ വിവാഹം ഇവളെ ചെയ്യുകയും ആ ആൾ ഇവളെ ഒഴിവാക്കുകയും ചെയ്തതിന് ശേഷം എന്നിട്ട് ഇവൾ ഇദ്ദയിരിക്കണം. ആ ഇദ്ദയും കഴിഞ്ഞതിന് ശേഷമേ ഈ സ്ത്രീയെ ഈ ആദ്യ ഭർത്താവിന് വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്രയും കാര്യങ്ങൾ പറയണമെങ്കിൽ വിവാഹബന്ധം ഒരിക്കലും വേർപെടുത്താൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഇനി വേർപെടുത്തിയേ പറ്റൂ എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വേർപെടുത്താം എന്നാണ് അള്ളാഹു പറയുന്നത്. മനസ്സിലായില്ല? തലാക്ക് ചെല്ലാൻ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അതാണ് ശരിക്കും മനസ്സിലാക്കാറുള്ളത്. ഇനി ചെല്ലേണ്ടി വന്നാൽ ഈ നിയമങ്ങളെല്ലാം നമ്മൾ പാലിച്ചിരിക്കണം. അതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ. ഫൈൻ തല്ലഖഹാ, വീണ്ടും അള്ളാഹു പറയുകയാണ്, ഫൈൻ തല്ലഖഹാ ഫലാ ജുനാഹ അലൈഹിമാ അൻ യതറാജഅ ഇൻ ളന്നാ അൻ യുഖീമാ ഹുദൂദല്ലാഹ്. അള്ളാഹു പറയുന്ന ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഫൈൻ തല്ലഖഹാ, ഫൈൻ طلقها فلا جناح عليهما أن يتراجعا إن ظنا أن يقيما حدود الله. എന്നിട്ട് അവൻ അഥവാ പുതിയ ഭർത്താവ് അവളെ വിവാഹമോചനം ചെയ്യുകയാണ് എങ്കിൽ പഴയ ദാമ്പത്യത്തിലേക്ക് തിരിച്ചു പോകുന്നതിൽ അവർ രണ്ടുപേർക്കും കുറ്റമില്ല കേട്ടോ. അള്ളാഹുവിൻ്റെ നിയമപരിധികൾ പാലിക്കാമെന്ന് അവർ ഇരുവരും വിചാരിക്കുന്നുണ്ട് എങ്കിൽ. മൂന്നാമതും തലാക്ക് ചൊല്ലിപ്പോയാൽ പിന്നെ അവളെ തിരിച്ചെടുക്കണമെങ്കിൽ വേറെ ഒരാൾ വിവാഹം ചെയ്യണം. ഇനി അയാൾക്ക് ഇഷ്ടമായി തലാക്ക് ചൊല്ലിയാൽ മാത്രമേ, ഇവളുടെ ഇദ്ദയും കഴിഞ്ഞ് മാത്രമേ അവളെ തിരിച്ചെടുക്കാനും ഇവർക്ക് രണ്ടുപേർക്കും മുമ്പത്തെ പോലെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകാനും കഴിയുകയുള്ളൂ എന്ന് അള്ളാഹു വളരെ വ്യക്തമായി ഇവിടെ പ്രതിപാദിക്കുകയാണ്. ലോക മുസൽമാന് പറഞ്ഞു തരികയാണ്. ഇങ്ങനെയുള്ള നിയമവശങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ ശരീഅത്ത് നിയമങ്ങളാണ്, അള്ളാഹു വിധിച്ച നിയമങ്ങളാണ്. ഈ നിയമത്തിന് അതീതമായി ആരുമില്ല. ഈ നിയമത്തിന് അതിര് കടന്നാൽ ഈ നിയമമാണ് ലോക മുസൽമാൻ അംഗീകരിക്കേണ്ടത്. ഇതിന് വിപരീതമായി ആരെങ്കിലും കാണിച്ചാൽ അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹുവിൻ്റെ നിയമപരിധി ലംഘിക്കൽ മാത്രമാണ് എന്ന് മാത്രവുമല്ല, അള്ളാഹുവിൻ്റെ കഠോരമായ ശിക്ഷയ്ക്ക് പാത്രമാകും എന്നുമുള്ളതായ ഒരു ഉണർത്തുകൂടിയാണ് ഈ പരിശുദ്ധമായ വാക്യങ്ങളെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം കേട്ടോ. വീണ്ടും അള്ളാഹു പറയുകയാണ്, വതിൽക ഹുദൂദുല്ലാഹി യുബയ്യിനുഹാ ലിഖൗമി യഅലമൂൻ. വതിൽക ഹുദൂദുല്ലാഹി യുബയ്യിനുഹാ ലിഖൗമി യഅലമൂൻ. അള്ളാഹുവിൻ്റെ നിയമപരിധികളത്രേ അവ മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അത് വിവരിച്ചു തരുന്നു കേട്ടോ. മനസ്സിലാക്കുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ വിശദീകരിച്ച് തരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതുപോലെ ആയിരിക്കണം നമ്മളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഇനിയും ഇൻഷാ അല്ലാഹ് ഈ വൈവാഹിക ജീവിതത്തെപ്പറ്റി ഇനിയും ആയത്തുകളുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം കേൾക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.